പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി കർത്താവ് ഒരു ദിവസം കൂടെ നമ്മെ അനുവദിച്ചതിനോർത്ത് സർവശക്തനായ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലത്തെ വാർത്ത കേട്ടത് വളരെ വേദനാജനകമായൊരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ടെലിവിഷന് മുമ്പിലും മൊബൈൽ ഫോണിൽ കൂടെ ഒക്കെ കേട്ടത്. അത് നമ്മുടെ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണമായിരുന്നു. നിഷ്കരുണം മനുഷ്യൻ്റെ നേരെ കടന്നു ചെല്ലുക, അവരെ വെടിവെച്ച് വീഴ്ത്തുക, കൊല്ലുക. ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും നോക്കാതെ, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയാതെ, മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യനെ വെടിവെച്ച് കൊല്ലുന്ന കാലഘട്ടം എത്തപ്പെടുമ്പോൾ നമ്മളിവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സത്യം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ മുന്നോടിയായി സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ഭരണാധികാരികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുക, അവരുടെ സമാധാനത്തെ ഇല്ലാതാക്കുക, സമൂഹത്തിൽ ഭയവും പേടിയും അസ്വസ്ഥയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സാമുദായിക കലാപങ്ങളെ ഇളക്കി വിടുക, സാമുദായിക ഭദ്രതയെ നശിപ്പിക്കുക, ജനഹൃദയങ്ങളിൽ ഭയവും പേടിയും വളർത്തി മതത്തിൻ്റെ സ്പർദ്ധ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹൈന്ദവ സമുദായം ഉണർന്നെഴുന്നേറ്റ് മുസ്ലിംസിനെതിരെ അവർ തിരിയുക. അങ്ങനെ മുസ്ലിമും ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെ സാമൂഹിക സുരക്ഷിതത്വം, ഭരണ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനത്തെ ഇളക്കി വിട്ടുകൊണ്ട് പാർലമെൻറ്റ് സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ചെയ്യുന്ന ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ സന്തോഷമായിട്ടും ശാന്തമായിട്ടും ജീവിച്ച ആളുകളെ വെറുതെ കയറി വെടിവെച്ചു കൊന്ന് അവർക്കൊരു പുണ്യം കിട്ടാനില്ല. എന്നാൽ സാമുദായിക സ്നേഹം, മതസൗഹാർദ്ദത്തെ നഷ്ടപ്പെടുത്തുക, സാമുദായിക പശ്ചാത്തലത്തിൻ്റെ നന്മയെ തകിടം മറിക്കുക, ഭരണാധികാരികളെ ഉന്മൂലനം ചെയ്യുക, ഇങ്ങനെ നികൃഷ്ടമായ ചിന്ത വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കർത്താവ് നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 7-ാം ഇങ്ങനെ പറയാണ്, എന്നാൽ ഇതെല്ലാം സംഭവിക്കേണ്ട, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ഒരു അവസാന പശ്ചാത്തലം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അന്ത്യത്തിലേക്ക് വരുന്ന വലിയ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആദ്യമേ തന്നെ ആണവ യുദ്ധമുണ്ടാകും. ആണവ സ്ഫോടനത്തോടു കൂടിയാണ് ഇനി ലോകം അതിൻ്റെ ആഗോള യുദ്ധത്തിൻ്റെ 3-ാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തന്നെ കർത്താവ് പറയാണ്, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. അപ്പോൾ അവസാനമാകുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട വലിയ ചില സത്യങ്ങളുണ്ട്. അതാണ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഹൈന്ദവ സമുദായം, ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ അവരുടെ മതചിന്ത വർദ്ധിക്കുകയും അവരുടെ എതിർ സമുദായത്തെ അവർ വെറുപ്പോടും വിദ്വേഷത്തോടെ കാണാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അതിന് ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്നാൽ ഈ ഒരുമിച്ച് ജീവിക്കുന്നതിനെ തകർക്കുക, അതിനെ തകർത്തിട്ട് അവിടെ സ്പർദ്ധ വർദ്ധിപ്പിക്കുക, അങ്ങനെ പരസ്പരം കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും നടത്തുക, അതാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. അപ്പോൾ ഈ ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടി, മതവൈരാഗ്യം വർദ്ധിക്കാൻ വേണ്ടി ഒരു സമുദായം മറ്റൊരു സമുദായത്തെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാലഘട്ടം അടുത്തെത്തിയും തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുക്കവും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ വിശുദ്ധിയും വർദ്ധിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യത്തെ ഊന്നി പറഞ്ഞത്. അതുകൊണ്ട് ജനത്തിനെതിരായി ഉണർന്നെൽക്കാണ് ഇന്ത്യൻ ജനം, ഇന്ത്യൻ സമുദായം, ഇന്ത്യൻ മത വിഭാഗങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും കഴിയുന്ന മതസൗഹാർദ്ദമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ രാഷ്ട്രമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാലഘട്ടം അത്രയും ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ
അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? യേശുവിൻ്റെ വരവ് ഇത് വാതിൽക്കൽ, തൊട്ടടുത്തെത്തി. ഈ കാലഘട്ടം അത്ര മോശമാണെന്നും ഈ കാലഘട്ടം യേശുവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കം സംഭവിക്കുന്ന കാലമാണെന്നും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സംഭവങ്ങൾ. ഇനിയിപ്പം നമുക്കറിയാം, ഈ സംഭവങ്ങളൊക്കെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഇത്തരം പശ്ചാത്തലം വരുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമുദായം, അല്ലെങ്കിൽ ഹിന്ദു ഭരണാധികാരികൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽപ്പെട്ട അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ പാകിസ്ഥാനെതിരെ തിരികെയും അതൊരു യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അത്തരം പശ്ചാത്തലങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം ദുഷ്ടശക്തികളുടെ ചിന്ത. അതുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരതകൾ ഇവിടെ അരങ്ങേറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനത്തിനെതിരായിട്ട് ഒരുക്കുക, സമുദായത്തിന് എതിരായിട്ട് തിരിച്ചുവിടുക, ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിച്ചുവിടുക. അങ്ങനെ അതിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും നടത്തി അതിനെ പിളർത്തിയെടുക്കുക, നശിപ്പിച്ചെടുക്കുക. അതാണ് ഇവരെല്ലാം ആഗ്രഹം. പക്ഷേ സർവശക്തനായ ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും ഈ സാമുദായിക സ്പർദ്ധയും വലിയ കലാപമൊന്നും പൊട്ടിപ്പുറപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. കാരണം കുറച്ച് ആളുകൾ കൂടി ഒരുങ്ങാൻ സർവശക്തനായ ദൈവത്തിൻ്റെ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് വലിയ സംഭവങ്ങൾ, ഇത്രയൊക്കെ സംഭവം നടക്കുമ്പോഴും വലിയൊരു കലാപം ലോകത്തിൽ ഒരിടത്ത് സംഭവിക്കുന്നില്ല. ഒരു വലിയ ഭീകരമായ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നില്ല. ജനം അപ്പോഴും സഹിഷ്ണുത പാലിക്കുകയും ഗവൺമെൻറ് അപ്പോഴും സഹിഷ്ണുത പാലിക്കുകയും ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരെ മാത്രം കണ്ടെത്തിക്കൊണ്ട് അവിടെ അതിൻ്റെ നിർമ്മാർജ്ജന പ്രക്രിയ നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൂന്നാം ലോക മഹായുദ്ധം, അതായത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ പരമസത്യത്തിൻ്റെ അതിനു മുമ്പ് യേശുക്രിസ്തുവിൻ്റെ കൂടെ ആരും പോകരുത്. ആരും സ്വർഗീയ മഹത്വത്തിലേക്ക്, ഒരു നിത്യ ഉയർപ്പിലേക്ക്, നിത്യവിശുദ്ധിയിലേക്ക്, നിത്യസത്യത്തിലേക്ക്, മരണമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ആരും പോകരുത്. മരണത്തിലേക്ക് എല്ലാവരും പോകണമെന്നാണ് സാത്താൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ആഗ്രഹം, ഇനി ആരും മരിക്കരുത്, എല്ലാവരും നിത്യജീവനിലേക്ക്, സ്വർഗീയ മഹത്വത്തിലേക്ക് മാറ്റപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അങ്ങോട്ട് വിടരുതെന്നാണ് സാത്താൻ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രമാത്രം യേശുവിൻ്റെ വരവിന് മുമ്പുള്ള ദുഷ്ടത ലോകത്ത് നടമാടുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കഴിയുന്നത്ര നന്മ ചെയ്യുകയും നമ്മുടെ വിശ്വാസത്തെയും വിശുദ്ധിയും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതിന് തക്കതായ ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളും കൂടിക്കൊണ്ട് എവിടെ നിന്നൊക്കെയാണോ എൻ്റെ ആത്മാവിനെ രക്ഷിച്ചെടുക്കുവാൻ, എവിടെയൊക്കെയാണോ പ്രശ്നകലുഷിതമായ ജീവിതത്തിൽ ഞാൻ ജീവിക്കേണ്ടി വരുമ്പോൾ എൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ, എൻ്റെ ആത്മീയത നഷ്ടപ്പെടാതെ, എൻ്റെ പരിശുദ്ധാത്മാവ് മൂല്യചോഷണം ചെയ്ത് സംഭവിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇത്തരം ക്ലാസ്സുകളും ഇത്തരം ഓർമ്മപ്പെടുത്തലുകളും ഇത്തരം മുന്നറിയിപ്പുകളും തന്നുകൊണ്ട് പലരെയും ഒരുക്കാൻ എളിദാസിനെ പോലുള്ളവരൊക്കെ ശ്രമിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാന കാലഘട്ടം എത്തപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കണം, വിശുദ്ധിയെ വളർത്തിയെടുക്കണം. ഒരു പരിപൂർണ വിശുദ്ധിയുടെ പൂർണ്ണത നമ്മൾ എത്തിപ്പെടണം. ഇല്ലെങ്കിൽ ചെറിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ വിശ്വാസവും ചെറിയ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുകയും നമ്മളും ആ അശുദ്ധിയോട് ചേർന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം ഉണ്ടാവും. അതുകൊണ്ട് പരിപൂർണ വിശുദ്ധിയും പരിപൂർണ ശക്തിയും നമ്മൾ ഇപ്പോൾ തന്നെ ആർജിച്ചെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം പൈശാചികശക്തികളുടെ സ്വാധീനം, പൈശാചിക ശക്തികളുടെ തിന്മയുടെ ബലപ്പെടൽ, അശുദ്ധിയുടെയും ഭീകരതയുടെയും മുഖം കൂടുതൽ ശക്തിപ്പെടുകയും അതുകൊണ്ട് സുന്ദരമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പ്രോജ്വലിപ്പിക്കുന്ന സഭയിൽ പോലും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്രിസ്ത്യാനിറ്റിയിൽ പോലും മൂല്യശോഷണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ സഭയിൽ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് കർത്താവിനെ ആശ്രയിക്കും? എവിടെ നമ്മൾ കർത്താവിനെ കണ്ടെത്തും? കർത്താവിനെ കണ്ടെത്തേണ്ട സ്ഥലങ്ങളിൽ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ആരും നമ്മളെ യഥാർത്ഥ സത്യവും നീതിയും ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നയിക്കും? ആര് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും? ആര് മുന്നോട്ട് നയിച്ചൊരു പൂർണ്ണതയിലേക്ക് എത്തിക്കും? അതിനുവേണ്ടി പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവേണ്ടി ഒരുങ്ങുന്ന നമ്മൾ കൂടുതൽ വിശദീകരണ പ്രക്രിയയ്ക്കായിട്ട് ഒരുങ്ങുന്നതിനെ പറ്റി സൂചിപ്പിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഈ ലോകം അതിൻ്റെ കാലഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നതുകൊണ്ട്, എന്നാൽ നമുക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഇവിടെ ഒരു വലിയൊരു ആഭ്യന്തര കലാപം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. അതിന് തക്കതായ നടപടികൾ ഗവൺമെൻറ് എടുക്കുമ്പോൾ ജനത്തിന് ആശ്വാസമാണ്. ദുഷ്ടരെ സംഹരിക്കാൻ ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ജനത്തിന് വലിയ സന്തോഷവും സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ശാന്തമായിരിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് നമുക്കറിയാം, സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വലിയ വചനം എഴുതി വച്ചിട്ടുണ്ട്. അത് ഞാൻ പലപ്പോഴും പറയുന്നതാണെങ്കിലും അത് കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം
ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാൻ. അത് ജോയൽ പ്രവചന പുസ്തകത്തിലല്ല, സക്രിയ പ്രവചന പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. സക്രിയ പ്രവചനൻ്റെ പുസ്തകം നമുക്കറിയാം. സക്രിയ പ്രവചനൻ്റെ പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. യഥാർത്ഥ ഈ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിലുണ്ടാകുമ്പോഴും ലോകത്തിൽ ഇപ്പോൾ ഗാസ പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം ഉക്രൈൻ പ്രശ്നമുണ്ട്, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ലോകം ഒരു ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ലോകം അതിൻ്റെ അന്ത്യ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്ന, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ആണവ സ്ഫോടനത്തോടു കൂടി, ഒരു ആണവ യുദ്ധത്തോടു കൂടി വലിയ യുദ്ധം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സംഭവിക്കാൻ തക്കവിധം ഉള്ള ഒരേ ഒരു കാരണം പ്രപഞ്ചത്തിൽ, സഭയിൽ, ലോകത്തിൽ, രാഷ്ട്രത്തിൽ, ബൈബിളിൽ, ഇസ്രായേലിൽ ഉള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് അത് എഴുതി വെച്ചിരിക്കുന്നത് സക്രിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനമാണ്. അതിപ്രകാരമാണ്: അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. പ്രിയപ്പെട്ട അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അലക്സ പള്ളിയൊക്കെ മാറ്റുന്നു, അവിടെ പുതിയ ജെറുസലേം ദേവാലയം പണിയുന്നു എന്ന് കേൾക്കുമ്പോൾ ഭൂമിയിലെ സകല ജനങ്ങളും, ആ ജനതകൾ നല്ല പറഞ്ഞിരിക്കുന്നത്, സകല ജനങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആ ജനങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഈ അലക്സ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ജനവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. ആ ജനങ്ങളാണ്, അല്ലാതെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരൊന്നും ഇതിനെതിരെ ഒത്തുചേരുകയില്ല. എന്നാൽ ഈ അലക്സ പള്ളി പൊളിക്കുന്നു അതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പുതിയ ഒരു ജെറുസലേം ദേവാലയം പണിയുന്നതിനെ സംബന്ധിച്ച് ഭൂമിയിലെ എല്ലാ ജനങ്ങളും എന്ന് പറയുന്നത് ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഒത്തുചേരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കും. എന്ത് സംഭവിക്കും? ജനങ്ങളും അവനെതിരെ ഒത്തുചേരും. കർത്താവ് വലിച്ചെന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. കുതിര എന്ന് പറയുന്നത് മിസൈലുകൾ, കുതിരക്കാരന്മാരെന്ന് പറയുന്നത് ഭരണാധികാരികൾ, അത് ഗവൺമെൻറ്റുകൾ. അപ്പോൾ കുതിരകൾക്ക് പരിഭ്രാന്തി വരുത്തുക എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറയുന്ന മിസൈലുകൾ, ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് കടന്നു വരും. അതിനെ തകർക്കുന്നതിന് വേണ്ടി മറ്റു രാഷ്ട്രങ്ങളുടെ മിസൈലുകൾ എതിരെ വരും. അപ്പോൾ വലിയ ആണവ സ്ഫോടനങ്ങളും വലിയ യുദ്ധ സന്നാഹങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുമെന്ന് കർത്താവ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഭ്രാന്തും വരുത്തും. ജനതകൾക്ക്, അത് ഓരോ ഭരണാധികാരികൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇനി ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പറയാനും, ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കരുത്, അങ്ങനെ പ്രഖ്യാപിച്ച ഞങ്ങളവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എതിർ ശക്തിയായിട്ട് വരാനും ആ സമയത്തുണ്ടാകും. അങ്ങനെ വലിയ രണ്ട് പർവ്വതം പോലെ ഇസ്രായേലിനെതിരെ വരുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ലോകത്തെ ജനങ്ങൾ തമ്മിൽ അടിക്കുന്ന സംഭവം ലോകത്ത് മുഴുവനും സംഭവിക്കും. അതാണ് ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ലോകം മൊത്തമുള്ള കാരണം. അല്ലാതെ ഇങ്ങനെ ഇത്ര ചെറിയ സംഭവങ്ങളോ, ഇപ്പോൾ നമുക്കറിയാം ഗാസ പ്രശ്നം വന്നിട്ടും അത് അവിടെ ഒതുങ്ങുകയാണ് ആ പ്രശ്നം. ഉക്രൈൻ പ്രശ്നം വന്നിട്ടും അത് അവിടെ ഒതുങ്ങുകയാണ് ആ പ്രശ്നം. ഇപ്പോൾ കാശ്മീർ പ്രശ്നം വന്നാൽ അത് ഇന്ത്യയും കാശ്മീരും തമ്മിലുള്ള പ്രശ്നം, അത് അവിടെ ഒതുങ്ങിയുള്ളൂ. എന്നാൽ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയെ എതിർക്കുവാനും അതിൻ്റെ തുടർന്നുള്ള ആരാധനകളെ സംബന്ധിക്കാതെ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ ഒത്തുകൂടുന്ന ഒരേ ഒരു സംഭവം, അതാണ് ഈ സക്രിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം. അതാണ് ലോകത്തിൽ 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരേ ഒരു കാരണം. മറ്റൊരു കാരണങ്ങളാലും മറ്റിപ്പോൾ ഏതെങ്കിലും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം വന്നാലും ആഗോള യുദ്ധത്തിലേക്കൊന്നും പോവുകയില്ല. ഇനി സംഭവിച്ചാൽ ഒരു ആണവ യുദ്ധമാണ് ഇനി ആദ്യം സംഭവിക്കുക. അതിൽ തന്നെ അതോടുകൂടി മറ്റ് 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്കി സംഭവങ്ങൾ പുറകെ വരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കുമെന്നതിൻ്റെ പരമ തെളിവാണ്, പരമസത്യമാണ്, അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടാം. അപ്പം നമുക്ക് ഓടിപ്പോയി അച്ഛാ ഞങ്ങളൊന്ന് രക്ഷിക്കാൻ പറഞ്ഞാൽ അച്ഛൻ്റെ വാതിലും മുട്ടാം, അല്ലെങ്കിൽ കുമ്പസാരക്കൂടിലേക്ക് ഓടാം, അല്ലെങ്കിൽ ദേവാലയത്തിലേക്കൊന്ന് ഓടാം. അതുകൊണ്ട് മെത്രാന്മാരെല്ലാം റെഡിയായിട്ടിരിക്കും കുമ്പസാരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടാം എന്ന് വിചാരിച്ചാൽ പ്രിയപ്പെട്ടവരെ പെരയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷം ഈ വചനം ശ്രമിക്കുമ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കുന്നത്, പ്രിയപ്പെട്ടവരെ ഉടൻ വരിക എന്ന് പറയുമ്പോൾ ആരും അത് ശ്രമിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. എന്ത് യേശു, ഏത് വരവ്, അങ്ങനെ ഒരു സംഭവമേ ലോകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ലോകം പോകുന്നത്. അതുകൊണ്ട് പോയിക്കൊള്ളട്ടെ, ലോകം അതിൻ്റെ വഴിക്ക് പോയിക്കൊള്ളട്ടെ. നിങ്ങൾ അങ്ങനെ സാഹചര്യം വരുമ്പോൾ അത് അനുഭവിച്ചുകൊള്ളുക. ദുരന്തങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അനുഭവിച്ചുകൊള്ളുക. കാരണം കർത്താവിൻ്റെ സംരക്ഷണം അവിടെ കിട്ടുകയില്ല. എന്നാൽ കർത്താവിൻ്റെ സംരക്ഷണം, യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണം, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അതേപടി പാലിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവിനെ സംരക്ഷിക്കും. പക്ഷേ എങ്ങനെയുള്ളവർക്കാണ് സംരക്ഷണം കിട്ടുന്നത്? അവിടെ നമ്മൾ മനസ്സിലാക്കണേ. അതിന് യേശു പറഞ്ഞതുപോലെ തന്നെ ജീവിക്കണം.
അതിനെ സംബന്ധിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, അപ്പസ്തോലത്തിൽ പ്രവൃത്തി പറഞ്ഞ പോലെ, വെളിപാടി പറഞ്ഞ പോലെ 4 രീതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരുക്കവും വിശുദ്ധിയും പൂർണ്ണമാകുമ്പോൾ അവനെ ദൈവം സർവശക്തനായ യേശു സംരക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ്റെ മുറ്റത്ത് അനുഭവം വീഴും, പക്ഷെ പൊട്ടുകയില്ല. അവൻ്റെ മുറ്റത്ത് വരെ കടൽ കയറി വരും, പക്ഷെ അവൻ്റെ വീടിനെ മൂടുകയില്ല. അവന് എന്ത് ദുരന്തം വന്നാലും അവൻ്റെ ഭവനത്തെ ഒഴിഞ്ഞു മാറിപ്പോകുന്ന വലിയ അത്ഭുതങ്ങൾ ലോകം കാണും. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ഭവനം എപ്രകാരമായിരിക്കണം, ആ വ്യക്തി എപ്രകാരമായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ 4 രീതിയിലും ഒരുക്കപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ അവിടെ സംരക്ഷണം കിട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ജീവിക്കുന്ന പോലെ ജീവിച്ച് ഒരു മനുഷ്യനും കർത്താവിൻ്റെ മുമ്പിൽ സംരക്ഷണം കിട്ടുമെന്നോ കർത്താവിൻ്റെ നിത്യമോഹത്തിലേക്ക് എടുക്കപ്പെടുമെന്നോ ആരും വിചാരിക്കരുത്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അടുത്ത മെയ് മാസം 4-5 തീയതികളിൽ പൈതമല റിസോർട്ടിൽ ധ്യാനമുണ്ട്. എളിദാസിൻ്റെ ധ്യാനമുണ്ട്. അതിന് കുറച്ച് ആളുകൾ ബുക്കിംഗ് ഉണ്ട്. ഇനിയും വരാനുള്ള കുറച്ച് പേർക്ക് അവസരമുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് വരിക. എത്രയും പെട്ടെന്ന് വന്ന് വിശുദ്ധി പ്രാപിക്കുക. ഇനി മുന്നോട്ടൊരു സമയം, ദീർഘമായൊരു സമയം തരാനില്ല. ലോകം അതിൻ്റെ അന്ത്യത്തിൽ അടുത്തടുത്ത് വരികയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് നമ്മുടെ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ നിന്നു പോകുന്ന അവസരത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഓടി എങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യം വരും. അതിനാൽ ഇപ്പോഴുള്ള അവസരങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.